എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ചാണക്യാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിലൂടെ പറഞ്ഞ ഒരു ശ്ലോകത്തെ ആദ്യം പറയാം. ആ ശ്ലോകം ഇതാണ്: ഏക ഏവ പദാർത്ഥസ്തു ത്രിധ ഭവതി വീക്ഷിത കുണപം കാമിനി മാംസം യോഗിഫി കാമുഫി ശോഭി. ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം എന്താണെന്ന് കൂടി നോക്കാം. ഒരു യോഗിക്കും, ഒരു കാമാസക്തി അധികമുള്ള വ്യക്തിക്കും, ഒരു നായയ്ക്കും ഒരു വസ്തുവിനെ, അതായത് ഇവിടെ സ്ത്രീ രൂപത്തെ, സ്ത്രീ ശരീരത്തെ കാണുമ്പോൾ വ്യത്യസ്തമായ മൂന്നായി മാറുന്നു. ഒരു യോഗിക്ക് സ്ത്രീ ശരീരം വെറും ഒരു ശവമായിട്ടും, കാമാസക്തി അധികമുള്ള വ്യക്തിക്ക് അത് ഒരു കാമിനിയായിട്ടും, ഒരു നായക്കാണെങ്കിലോ അത് ഒരു മാംസമായിട്ടും കാണപ്പെടുന്നു. ഒരേ വസ്തുവിനെ ഇവിടെ മൂന്നായാണ് കണ്ടത്. ആത്മീയതയെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് സ്വന്തം പത്നിയെ ഒഴിച്ച് മറ്റെല്ലാ സ്ത്രീകളും പ്രായമനുസരിച്ച് മകൾ, സഹോദരി, അമ്മ എന്നിങ്ങനെ ആയിരിക്കും. അതല്ലാതെ കാമാസക്തിയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിക്കോ ഈ പറഞ്ഞ മൂന്ന് പേരിലും അവൻ്റെ കാമിനിയെ കാണും. ബ്രഹ്മചര്യത്തിൻ്റെയും ആത്മീയ ബോധത്തിൻ്റെയും അടിസ്ഥാനം ഇത് തന്നെയാണെന്ന് വേണമെങ്കിലും ഇന്നത്തെ കാലത്തെ ഗതിവിധികൾ കാണുമ്പോൾ പറയാനാകും. പഞ്ചേന്ദ്രിയത്തിൽ ഏറ്റവും വലിയ ഇന്ദ്രിയമാണ് ചർമ്മം. ഈ ചർമ്മം ശരീരം മുഴുവനും മൂടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കനം കൺപോളകളിൽ 0.2 mm, അതുപോലെ 2 mm അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മുടെ കാലുകളിലെ ചർമ്മത്തിന് ഉണ്ടാകും. ഓരോ മനുഷ്യ ശരീരത്തിലും വ്യത്യസ്തമായിരിക്കും എന്നേ ഉള്ളൂ. ഈ ചർമ്മത്തിനാകട്ടെ മനുഷ്യ ശരീരത്തിൽ 10 മുതൽ 16% കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ചർമ്മമില്ലാത്ത ഒരു മനുഷ്യ ശരീരത്തെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക, എങ്ങനെ ഇരിക്കുമെന്ന്. അവൻ അല്ലെങ്കിൽ അവൾ, അത് എത്ര സുന്ദരിയോ സുന്ദരനോ ആയിക്കോട്ടെ, അവരെ ഒരു ക്ഷണമൊന്ന് അവരുടെ തൊലിയുരഞ്ഞ അവസ്ഥയെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നോക്കിയോ? എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത്? ഭയമോ അതോ വെറുപ്പോ? ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം, സന്തോഷം എന്നീ വികാരങ്ങൾ അല്ലല്ലോ തോന്നിയത്. ആ ചർമ്മത്തിനോടായിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയിരുന്നത്? അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ സുന്ദരനോ സുന്ദരിയോ ആയി തോന്നിയത്? ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ ആ ഉരിഞ്ഞു വെച്ച ചർമ്മത്തിനെ ഒരിടത്ത് കൂട്ടി വച്ചിരിക്കുകയാണ്. അതിനെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ. ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പോൾ എന്താണ്? ബാഹ്യമായ ശരീരം എന്നത് വെറും തൊലിയല്ലേ? ആ ചർമ്മത്തെ അല്ലേ നിങ്ങൾക്ക് ആകർഷകമായി തോന്നിയത്? പണ്ട് ഒരാൾ പറഞ്ഞത്, സ്ത്രീകൾ തൻ്റെ നാഭിയെ വെളിയിൽ കാണുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് കാമോത്തേജന ഉണ്ടാകണമെന്ന ഭാവത്തോടെയാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നാഭിക്കുള്ളിൽ എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ, വെറും വിസർജ്യ വസ്തുവല്ലേ എന്ന്. ചിരിക്കാനുള്ള കാര്യമാണെങ്കിലും ഇതിലും അല്പം ചിന്തിക്കാനുണ്ട്. മനുഷ്യന്റെ ചിന്താഗതിയാണ് എല്ലാത്തിനും ആധാരം. ഒരാൾ പച്ച നിറമുള്ള കണ്ണാടി വെച്ച് ലോകത്തെ കാണുന്നുവെങ്കിൽ എല്ലാം പച്ച നിറത്തിൽ കാണുന്നുവെന്ന സത്യം. ഏതൊരു പുരുഷന് സ്ത്രീയോടും ഏതൊരു സ്ത്രീക്ക് പുരുഷനും തോന്നുന്ന ഒരു സ്വാഭാവിക വികാരം മാത്രമാണ് കാമം. അതിന് സ്ത്രീക്ക് സ്വയം സൗന്ദര്യം വേണമെന്നോ ആ പുരുഷന് സ്വയം സൗന്ദര്യം വേണമെന്നോ ഇല്ല. പകരം ആരോടാണോ കാമാസക്തി ഉണ്ടാകുന്നത് അവർക്ക് സൗന്ദര്യം ഉണ്ടാകണമെന്നേ ഉള്ളൂ. ഈ കാമക്രോധ മോഹലോഭങ്ങളെ അടക്കുക എന്ന് വലിയ വർത്തമാനമൊക്കെ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. അതൊക്കെ അത്ര എളുപ്പമല്ല എന്ന കാര്യം ഈ പറയുന്നവർക്കും നന്നായി അറിയാം. വലിയ വലിയ മഹർഷി വര്യന്മാർക്ക് പോലും ഇത് സാധിച്ചിട്ടില്ല. വിശ്വാമിത്രൻ, ദുർവാസാവ് എന്നിവരുടെ കാര്യങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ്. പിന്നെയാണോ അവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളിലെ സംസ്കൃത ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച്
വിളമ്പുന്ന ഈ കാലത്തെ വലിയ മാന്യന്മാർ അല്ലേ? പറഞ്ഞു വന്നത് ഇതാണ്: സ്വന്തം മുറ്റം ആദ്യം വൃത്തിയാക്കുക, എന്നിട്ട് ലോകത്തെ വൃത്തിയാക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. ഈ കാമം ഉണരുന്നത് ഏതൊക്കെ വഴിയിലൂടെയാണെന്ന് അറിയാമോ? അതായത് ഏതൊക്കെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് കാമം ഉണരുന്നത്? ഇത് എല്ലാവർക്കും തുല്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാർക്ക് തീർത്തും വ്യത്യസ്തമാണ്. ചർമ്മത്തിലൂടെ, അതായത് സ്പർശനത്തിലൂടെ; നാസികയിലൂടെ, അതായത് ഗന്ധത്തിലൂടെ; കർണത്തിലൂടെ, അതായത് കേൾവിയിലൂടെ; മറ്റൊന്ന് നേത്രത്തിലൂടെ, അതായത് കാഴ്ചയിലൂടെ. ഈ 4 ഇന്ദ്രിയങ്ങളിലൂടെയാണ് കാമം ഉണരുന്നത്. ഇതിൽ പുരുഷന്മാർക്ക് ആദ്യം നേത്രേന്ദ്രിയത്തിലൂടെയാണ് കാമം ഉണർന്നു തുടങ്ങുന്നത് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ സ്ത്രീക്ക് അങ്ങനെയല്ല എന്നല്ല, കുറവായിരിക്കും. അതായത് ഒരു സ്ത്രീക്ക് പുരുഷന്റെ നഗ്നശരീരം കണ്ടാൽ കാമം ഉണരണമെന്നില്ല. പകരം ലജ്ജ എന്ന വികാരമാണ് കൂടുതൽ വരിക. ഈ കാര്യത്തെ പണ്ടുള്ള പാണ്ഡിത്യമുള്ളവർ മനസ്സിലാക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ വസ്ത്രധാരണം തന്നെ വന്നിട്ട് അധികം നാളായില്ല എന്ന കാര്യം മറക്കാനും പാടില്ല. പുളിയെ കണ്ട് അല്ലെങ്കിൽ പുളിയെ മനസ്സിൽ കരുതിയാൽ വായിൽ ഉമിനീര് വരുന്നില്ല എങ്കിൽ എന്തെങ്കിലും തകരാറുള്ളതുപോലെ തന്നെയാകും ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടാൽ കാമോത്തേജന ഉണ്ടായില്ല എങ്കിലും. എന്നാൽ അതുപോലെ തൻ്റെ മകളുടെയോ സഹോദരിയുടെയോ നഗ്ന ശരീരം കണ്ടാലും കാമം ഉണരുന്നു എങ്കിൽ അതിനെ എന്താണ് ഇനി പറയുക? ഇതിനെയാണ് ധാർമ്മിക ബോധം ഇല്ലായ്മ എന്ന് പറയുന്നത്. അതായത് മുകളിൽ ഒരാളുണ്ട് ഇതെല്ലാം കാണുവാൻ എന്ന ബോധം ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഈ ധാർമ്മിക ബോധം പൂർണ്ണമായും എല്ലാവരിലും നഷ്ടപ്പെട്ടാലോ പിന്നെ എന്താണ് ഉണ്ടാകുന്നത്? പ്രത്യേകം പറയണ്ടല്ലോ. സത്യത്തിൽ എന്താണ് പറഞ്ഞു വന്നത്? ആദ്യം ആകർഷണവും പിന്നെ ഇഷ്ടവും പിന്നെ പ്രണയവും ആണല്ലോ, അല്ലേ? എന്നാൽ അതിൻ്റെ അവസാനം, അതായത് അതിൻ്റെ അവസാന ലക്ഷ്യം സുഖം ആണെങ്കിൽ ആണല്ലോ? അതെ, ആയിരിക്കാം. ഈ ആകർഷണം തോന്നിയത് അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ അവളുടെ ഇടതൂർന്ന കേശഭാരത്തെ കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ അവളുടെ പാൽപുഞ്ചിരി കണ്ടുകൊണ്ടോ, അതുമല്ല എങ്കിൽ അവളുടെ നിബിഡമായ സ്തനത്തിൻ്റെ ആകൃതി കണ്ടുകൊണ്ടോ, അതായത് അവളുടെ ശരീരത്തോടാണ് നിങ്ങൾക്ക് ആകർഷണം തോന്നിയത് അല്ലെങ്കിൽ പ്രണയം തോന്നിയതെങ്കിലും നിങ്ങൾക്ക് അവളിൽ നിന്നും സുഖം എന്ന അനുഭൂതി തേടണമെങ്കിൽ അവളുടെ വിസർജനീയ യന്ത്രത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ചെല്ലണം. മനസ്സിലായോ ആർക്കെങ്കിലും? അതായത് അവളുടെ വിസർജന അവയവത്തിൽ തന്നെ നിന്റെ അവസാന പൗരുഷവും ശക്തിയും ഇല്ലാതാകും. സത്യം പറഞ്ഞാൽ ഇതൊരു വിചിത്രം തന്നെയല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നിങ്ങൾ തന്നെ പറയൂ, സ്ത്രീക്ക് അല്പ വസ്ത്രധാരണം കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നവുമുണ്ടോ? എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പറയാതെ വയ്യ. വസ്ത്രം കുറയ്ക്കുന്നതാണ് നിങ്ങൾ കരുതുന്ന ഫാഷൻ എങ്കിൽ കുറഞ്ഞ വസ്ത്രം ധരിച്ചാലാണ് കൂടുതൽ ആകർഷകരാകുന്നു എന്ന ചിന്തയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ ഫാഷനബിൾ മൃഗങ്ങൾ തന്നെയായിരിക്കും. ഫാഷന്റെ കാര്യത്തിൽ മൃഗങ്ങൾ നിങ്ങളെക്കാളും മുന്നിലാണ്. പ്രിയരെ, മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് വളരെ കഠിനമായ കാര്യം തന്നെയാണ്. എന്നാൽ ചോദ്യം ഇതാണ്: നിങ്ങളുടെ സ്വന്തം വികാര വിചാരങ്ങളെ പോലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ ആകുന്നില്ല എങ്കിൽ മറ്റൊരുവനെ അല്ലെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാകും? ഇത് മാത്രമൊന്ന് ചിന്തിക്കുക. പ്രിയരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ അതോ ദേഷ്യം വന്നുവോ? എന്തായാലും കമന്റ് ബോക്സിലൂടെ ഒന്ന് എഴുതുക. സംസ്കാരത്തെ മറക്കാതെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.